ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നൊരു ലഞ്ച് ബോക്സ് റെസിപ്പി ആയിട്ടാണ് എത്തിയിട്ടുള്ളത്. സ്കൂളിലേക്കും ഓഫീസിലേക്കും ഒക്കെ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി കൊടുത്തു വിടാൻ പറ്റുന്ന നല്ലൊരു ബിരിയാണിയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ എടുത്തിരിക്കുന്ന മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒരു വലിയ സവാള, ഒരു തക്കാളി, കുറച്ച് മല്ലിയില. നമ്മുടെ കയ്യിൽ പുതിനയില ഉണ്ടെങ്കിൽ നമുക്കത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ നിർബന്ധമല്ല. പിന്നെ നമുക്ക് വേണ്ടത് 1.5 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി ചതച്ചതാണ്, ഒരു ഉരുളക്കിഴങ്ങ് അത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തത്. അപ്പോൾ ഇത്രയാണ് ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്. പിന്നെ നമ്മുടെ കയ്യിൽ എന്തൊക്കെ വെജിറ്റബിൾസ് ഉണ്ടോ അതൊക്കെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ വേണ്ടത് അരിയും വെള്ളവുമാണ്. അപ്പോൾ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന അളവിലാണ് ഇപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഫസ്റ്റ് നമുക്ക് തക്കാളിയും സവാളയൊക്കെ ചെറുതാക്കി മുറിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. അപ്പോൾ ഫസ്റ്റായിട്ട് നമുക്ക് ഒരു കുക്കർ വെച്ച് ഒന്ന് ചൂടാക്കാൻ വെക്കാം. അപ്പോൾ അത് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളിത് വീട്ടിൽ തയ്യാറാക്കിയെടുത്ത നെയ്യാണ്. നെയ്യ് നന്നായി മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പീസ് പട്ട, 2 കറാമ്പൂ, 1 ഏലക്കായും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കൂടെ ചേർത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഇതാ നല്ലപോലെ തന്നെ ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്നതും കൂടെ ചേർത്തിട്ട് 2 സെക്കൻഡ് നേരം നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം തക്കാളിയും കൂടെ ചേർത്തിട്ട് 2 സെക്കൻഡ് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഉരുളക്കിഴങ്ങും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ എല്ലാം 2 സെക്കൻഡ് വീതം വഴറ്റിയെടുത്താൽ മതിയാവും, കാരണം നമ്മളിത് കുക്കറിലിട്ടാണ് വേവിച്ചെടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് മസാലാസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്ന 1 ടീസ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡറാണ്, 1/2 ടീസ്പൂണ് ഗരം മസാല. ഇത് രണ്ടും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ഗ്ലാസ് തൈര് ചേർത്ത് കൊടുക്കാം. തൈരിന് പകരമായിട്ട് ഒരു അരമുറി ചെറുനാരങ്ങയുടെ നീരോ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് രണ്ടും ഓപ്ഷണലാണ്, നിർബന്ധമല്ല. ഇതാ വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കഴുകി വെച്ച അരി ചേർത്ത് കൊടുക്കാം. 1 ഗ്ലാസ് ജീരകസാല റൈസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ജീരകസാല റൈസാണ് ഞങ്ങൾ കൂടുതലായിട്ട് ബിരിയാണി വെക്കാൻ യൂസ് ചെയ്യാറ്, അതുകൊണ്ടാണ് ഇതെടുത്തത്. ഇതിന് പകരമായിട്ട് നമുക്ക് വേണമെങ്കിൽ ബസ്മതി റൈസ് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ചെറുതായിട്ട് തിള വരുന്നുണ്ട്. ഈ സമയം നമുക്ക് 1 സ്പൂൺ നെയ്യും കൂടെ ചേർത്തിട്ട് നമുക്ക് കുക്കർ അടച്ച് വെച്ച് 1 വിസിൽ വരുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമുക്കൊന്ന് വേവിച്ചെടുക്കാൻ. അപ്പോൾ ഇതാ കുക്കറിൻ്റെ വിസിലൊക്കെ പോയിട്ട് ഇവിടെ ചോറ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് ചിക്കൻ ബിരിയാണിയുടെ സെയിം ടേസ്റ്റ് തന്നെയാണ് ഉള്ളത്. അപ്പോൾ ചിക്കൻ ഇല്ല എന്നുള്ള ഒറ്റ കുറവ് തന്നെ ഉള്ളൂ. അപ്പോൾ ഇതിൽ നമുക്ക് ചിക്കൻ ഇട്ടിട്ട് വേണമെങ്കിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ കുക്കറിൽ ഇട്ടിട്ട് ആക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയും കൂടിയാണ്. ഇത് നമുക്ക് സ്കൂളിലേക്ക് കൊടുത്തു വിടാൻ മാത്രമല്ല ഓഫീസിലേക്ക് കൊടുത്തു വിടാനും ഒക്കെ നല്ലൊരു ലഞ്ച് ബോക്സ് റെസിപ്പിയും കൂടിയാണ്. അപ്പോൾ നിങ്ങളിത് എന്തായാലും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും നിങ്ങൾക്കത് ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു ബിരിയാണിയുടെ റെസിപ്പിയാണ്. നിങ്ങളിത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, എന്തായാലും ഇഷ്ടപ്പെടുന്നത് മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക നിങ്ങളുടെ. അപ്പോൾ ഇതുപോലുള്ള പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നവരേക്കും ബൈ.